നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച കെ മുരളീധരൻ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ഇല്ല എന്നാണ് മുരളീധരന്റെ പ്രതികരണം. തെറ്റ് സംഭവിച്ചതിനാലാണ് രാഹുലിനെ പുറത്താക്കിയത്. ഇനി അതിൽ പറയേണ്ടതായി ഒന്നും തന്നെയില്ല. പുറത്താക്കൽ എന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. പുറത്താക്കിയയാൾ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒതേനൻ ചാടാത്ത മതിലുകളില്ല. അതിന് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് ചോദിച്ച മുരളീധരൻ പാർട്ടി നടപടിയെടുത്തതാണ് എന്നും ഉചിതമായ തീരുമാനങ്ങൾ സർക്കാരും പോലീസും എടുക്കട്ടെ എന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് തെറ്റുകളെ ന്യായീകരിക്കില്ല. പാർട്ടി പ്രവർത്തകർക്ക് തെറ്റുപറ്റിയാൽ സംരക്ഷിക്കുന്ന സംസ്കാരം കോൺഗ്രസിനില്ല. PJ കുര്യനെ പോലെയുള്ളവരുടെ രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വാക്കുകൾക്ക് മറുപടിയില്ല. രാഹുൽ എന്നേ സ്വയം രാജിവെച്ച് പോകേണ്ടതായിരുന്നുവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തെറ്റ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നും രാഹുലിനെ ഒരു വിധത്തിലും പിന്തുണയ്ക്കുകയില്ല എന്നും A. തങ്കപ്പൻ പറഞ്ഞു. കോൺഗ്രസ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. യാതൊരു തരത്തിലുള്ള ബന്ധവും രാഹുലുമായി പാർട്ടിക്കില്ല. അദ്ദേഹം ഇനി എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിക്ക് അതിനുള്ള അവകാശമില്ല. ധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ ഇന്നലെ അർദ്ധരാത്രിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട് KPM ഹോട്ടലിലെ മുറിയിൽ നിന്ന് രാത്രി 12:30-യോടെയാണ് 8-അംഗ സംഘം പോലീസ് രാഹുലിനെ പിടികൂടിയത്. ആദ്യത്തെ 2 ബലാത്സംഗ പരാതികളിൽ കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ബലത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായിരുന്നു രാഹുൽ. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന വിവാഹിതയായ യുവതി നൽകിയ പുതിയ ബലാത്സംഗ പരാതിയിലാണ് അറസ്റ്റ്. ഇതോടെ MLA-ക്കെതിരെ പരാതി നൽകിയ സ്ത്രീകളുടെ എണ്ണം 3ആയി. രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്നാണ് ഇമെയിൽ വഴി കിട്ടിയ പുതിയ പരാതി. പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ്. അറസ്റ്റിനായി പോലീസ് സംഘം ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ആദ്യം രാഹുൽ വഴങ്ങാൻ വിസമ്മതിച്ചു. എന്നാൽ വെറും 15 മിനിറ്റിൽ വാഹനത്തിലേക്ക് പോലീസ് മാറ്റി. രാത്രി തന്നെ റോഡ് മാർഗം പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. രാഹുലിന്റെ 2 ഫോണുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് വിവരം.